ദേശീയപാതയിൽ വിള്ളലുണ്ടായത് എങ്ങനെയെന്ന് അന്വേഷിക്കേണ്ടത് NHAയെ മാത്രമോ? കേന്ദ്രത്തെ പഴിചാരുന്ന സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? സർക്കാർ എന്ത് ചെയ്തു? പാത അപകടത്തിലായത് എങ്ങനെയെന്നും പരിഹാരം എന്തെന്നും അന്വേഷിച്ച് ന്യൂസ് 18 പ്രത്യേക കവറേജ്. വിള്ളലിൽ ആര് വീഴും? ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ 3 അംഗ കേന്ദ്ര സംഘം ഉടനെത്തും. പരിശോധന ഡൽഹി IIT പ്രൊഫസർ KR റാവുവിന്റെ നേതൃത്വത്തിൽ. വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച് KNR കൺസ്ട്രക്ഷൻസ്. ഭൂമി ഏറ്റെടുക്കൽ മാത്രമായിരുന്നു ഉത്തരവാദിത്തമെന്ന് സംസ്ഥാന സർക്കാർ വിശദീകരണം. സംസ്ഥാന സർക്കാർ എങ്ങനെ കൈകഴുകും? ആലപ്പുഴ ബൈപ്പാസിലെ ഗർഡറുകൾ തകർന്നപ്പോൾ പ്രഖ്യാപിച്ച സ്വതന്ത്ര അന്വേഷണം പാഴ്വാക്കായി. അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം നൽകിയ കത്ത് അവഗണിക്കപ്പെട്ടതെങ്ങനെ? മുഖ്യമന്ത്രി ഇടപെട്ടു. മിൽമ ജീവനക്കാർ തൽക്കാലം സമരം നിർത്തി. പാൽ വിതരണം മുടങ്ങില്ല. തൊഴിലാളി യൂണിയനുകളുമായി ക്ഷീരവികസന തൊഴിൽ മന്ത്രിമാർ നാളെ ചർച്ച നടത്തും. MDയെ മാറ്റിയില്ലെങ്കിൽ സമരം തുടരുമെന്ന് തൊഴിലാളികൾ. കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. അമ്മയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. മകൾ നിരന്തര പീഡനത്തിന് ഇരയായ കാര്യം അറിയാമായിരുന്നോ എന്നറിയാൻ ചോദ്യങ്ങൾ. റിമാൻഡ് ചെയ്ത പ്രതിയായ ബന്ധുവിനെ കസ്റ്റഡിയിൽ വാങ്ങും. അന്വേഷണ സംഘം വിപുലീകരിച്ചു. ഇന്ന് നാടൊട്ടുക്ക് പരക്കെ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലർട്ട്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് പുലർച്ചെ മുതൽ ശക്തമായ മഴ. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഇന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ടായേക്കും. സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന നിലപാട് അറിയിച്ച് കേന്ദ്ര സർക്കാർ. വിധി പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഗവായി അധ്യക്ഷനായ ബെഞ്ച്. വിദേശ വിദ്യാർത്ഥികളുടെ വിസ നയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. വിസ സ്റ്റാറ്റസ് നിർത്തലാക്കുന്നത് തടഞ്ഞ് കോടതി. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്നതും തടഞ്ഞു.